നീറ്റ് 2026 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ PYQs മാത്രം ചെയ്ത് പഠിച്ചാൽ മതിയോ ലാസ്റ്റ് മന്ത്? ഒരിക്കലും പോരാ എന്ന് ഞാൻ പറയും. നിങ്ങൾ PYQസിനൊപ്പം NCERT ബേസ് ചെയ്തുകൊണ്ടുള്ള ടഫ് ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യണം. കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ വർഷം വരെ നിങ്ങൾക്കറിയാം കമ്പാരിറ്റീവ്ലി നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം എക്സാമിനേഷൻ ടഫായിരുന്നു. കുട്ടികൾ ഈ എക്സാം എഴുതാൻ പോയി നന്നായി പഠിച്ചു പോയ കുട്ടികൾ പോലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ പേടിച്ചു പോയി. കാരണം ഈ ടഫ് കണ്ടപ്പോൾ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റാതെ പോയി. പക്ഷെ നിങ്ങൾക്കറിയാം കട്ട് ഓഫ് മാർക്ക് താഴേക്ക് വന്നു, കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ അവിടെ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ കണ്ടപ്പോൾ പേടിച്ചു. അപ്പോൾ അതിനാ പറയുന്നത്, ലാസ്റ്റ് 1 മന്ത് നിങ്ങൾ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രഷർ ഉണ്ടാവില്ല, നിങ്ങൾ ഈസിയായി ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് NCERT ബുക്ക് പഠിക്കേണ്ടത്, അതിലെ വർക്ക് ഔട്ട് എക്സാമ്പിൾസ് ഏതൊക്കെ നോക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു അടിപൊളി റിവിഷൻ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. April 5, April 12, April 19, April 26 ഈ 4 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഈ റിവിഷൻ ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2 മണിക്കൂർ വെച്ചാണ് ക്ലാസ്. 4 വോളിയം NCERT ബുക്കിലുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യും. ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ.